ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യു പി എസ് സി ആസ്പിരൻ്റ് ആയിട്ട് ഇരിക്കാൻ നേരത്ത് അല്ലെങ്കിൽ നമ്മൾ യു പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കെട്ടുകഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നിട്ട്. പിന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ അതുവഴി നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. സോ അതിനൊക്കെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ ഒരു കെട്ടുകഥയിലേക്ക് പോകാം. മിക്കവരും യു പി എസ് സി പഠിക്കാൻ തുടങ്ങുന്ന മിക്കവരും കേട്ട് കാണുന്ന ഒരു കെട്ടുകഥയാണിത്. അതായത് യു പി എസ് സിക്ക് സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അറിവ് വേണം എന്നുള്ളത്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. യു പി എസ് സിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു പി എസ് സിക്ക് ഒരു വെൽ റിട്ടൺ ആയിട്ടുള്ളൊരു സിലബസ് തന്നിട്ടുണ്ട് യു പി എസ് സി സി എസ് സി എക്സാമിന് വേണ്ടിയിട്ട്. ആ ഒരു സിലബസിനനുസരിച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വേറെ കൂടുതലൊന്നും നിങ്ങൾ പഠിക്കാനൊന്നും നിൽക്കണ്ട. ആ സിലബസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി യു പി എസ് സിയുടെ മെയിൻസിൻ്റെ സിലബസ് എടുത്തത്. പ്രിലിംസിൻ്റെ കുറച്ചും കൂടി ക്രിസ്പാണ്, മെയിൻസിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസാണ് കൊടുത്തേക്കുന്നത്. സോ അത് വായിച്ചു നോക്കുക. പിന്നെ ഓരോ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവർ ഡീറ്റെയിൽഡ് സിലബസ് ഇറക്കിയിട്ടുണ്ടാവും. സോ അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. സോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വായിച്ചു നോക്കുക, ഡീറ്റെയിൽഡ് സിലബസ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ യു പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെ കീവേഡ്സ് എല്ലാം നോക്കിയിട്ട് അത് അനാലിസിസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയയാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ ഏരിയ എന്നാണ് യു പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ടോപ്പിക്സ് എന്നൊക്കെ. സോ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. യു പി എസ് സിക്ക് വേണ്ട കാര്യങ്ങൾ ഇത്രയും മാത്രമാണ്. അല്ലാതെ സൂര്യന് ചുറ്റുമുള്ള അല്ലെങ്കിൽ സൂര്യന് കീഴുള്ള എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ട് യു പി എസ് സി ചോദിക്കുകയൊന്നുമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞല്ലേ, യു പി എസ് സി ഇപ്പോൾ പ്രിലിംസിന് ഒരിക്കലും ചോദിക്കില്ല ഈ ഒരു ക്വസ്റ്റ്യൻ. കാരണം ഈ ഇലക്ഷൻ 2024 ഇലക്ഷനിൽ ഏത് പാർട്ടിയാണ് ഭൂരിപക്ഷത്തോടെ ജയിച്ചത് എന്ന് യു പി എസ് സി ഒരിക്കലും ചോദിക്കില്ല. സോ അത് സൂര്യന് താഴെ നടന്ന ചോദ്യമല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യു പി എസ് സി ചോദിക്കില്ല. യു പി എസ് സിയുടെ ഒരു സിലബസ് ഉണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ യു പി എസ് സി ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. സോ ആ സിലബസിനനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അത്രമാത്രം ചെയ്താൽ മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഒരു കെട്ടുകഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ് ഇല്ലാതെ ഈ എക്സാം പാസ്സാകാൻ പറ്റത്തില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അതായത് ചിലപ്പോൾ അവർക്ക് കോച്ചിങ്ങിന് പോകാൻ പൈസ ഒന്നും കാണത്തില്ല, വീട്ടിൽ ചിലപ്പോൾ അത്രയ്ക്കും ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആയിരിക്കത്തില്ല. സോ അങ്ങനെയുള്ള കുട്ടികളൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് കോച്ചിങ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് യു പി എസ് സി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലിയർ ചെയ്തത് ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. ടോപ്പേഴ്സ് തന്നെയുണ്ട് കോച്ചിങ് ഇല്ലാതെ ക്ലിയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിലബസ് നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് NCERT വായിച്ചിട്ട് നിങ്ങൾക്കൊരു ബേസിസ് ഉണ്ടാക്കുക. അപ്പോൾ അത് ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ അതിൽ ഒരു ലെക്ചർ വീഡിയോസ് കിടപ്പുണ്ട്. ഒരു ടോപ്പിക്ക് ഇപ്പോൾ ക്ലൈമറ്റോളജി യു പി എസ് സിന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ചിലപ്പോൾ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ തന്നെ ക്ലാസ്സസ് ഒക്കെ കിട്ടും. പിന്നെ പലരും എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ അതൊക്കെ കാണുക, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. സോ കോച്ചിങ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് യു പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കുന്നു വേണ്ട. പിന്നെ മൂന്നാമത് കേൾക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, അതായത് അക്കാഡമിക്കലി നല്ല ടോപ്പായിട്ടുള്ള, അതായത് കോളേജ് സ്കൂൾ ഘട്ടങ്ങൾ പിന്നെ +1 +2 കോളേജിലൊക്കെ ഏറ്റവും നന്നായിട്ട് മാർക്കൊക്കെ വാങ്ങുന്ന അത്രയും ടോപ്പിൽ നിൽക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ യു പി എസ് സി പാസ്സാകാൻ പറ്റൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഒരിക്കലുമില്ല, അങ്ങനെ അത് വെറും തെറ്റിദ്ധാരണ തന്നെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും ടോപ്പ് മാർക്ക് വാങ്ങിയവരെ മാത്രം യു പി എസ് സിക്ക് മതിയെങ്കിൽ ഒരിക്കലും യു പി എസ് സി എന്താ പറയുക, യു പി എസ് സി എഴുതാനുള്ള ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വെറും ക്വാളിഫിക്കേഷൻ വെറും ഡിഗ്രി പാസ് മാത്രം മതിയെന്ന് യു പി എസ് സി ഒരിക്കലും എഴുതത്തില്ലായിരുന്നു. അത്രയ്ക്കും ടോപ്പ് അക്കാഡമിക്സ് ഉള്ളവരെ മാത്രം മതിയെങ്കിൽ യു പി എസ് സിക്ക്. പക്ഷേ യു പി എസ് സിക്ക് അതല്ല വേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് യു പി എസ് സി അവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഡിഗ്രി വെറും പാസ് മാർക്ക് മാത്രം മതി എന്ന് പറഞ്ഞേക്കുന്നത്. മനസ്സിലായില്ലേ? അത്രയ്ക്കും ടോപ്പായിട്ട് നിൽക്കുന്നവരല്ല വേണ്ടത്. ഒരു ആവറേജ് സ്റ്റുഡൻസിന് പോലും, ആവറേജായിട്ട് ഒരു പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് യു പി എസ് സി എന്ന് പറയുന്നത്. അവർക്ക് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഈ എക്സാം ഉറപ്പായിട്ട് അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ അക്കാഡമിക്കലി അത്രയും കൊട്ടക്കണക്കിന് A+ഉം അല്ലെങ്കിൽ ഇത്രയും മാർക്കും ഉള്ളവർക്ക് മാത്രമല്ല ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ അക്കാഡമിക്കലി അത്രയ്ക്കും ആവറേജ് ആയിട്ടുള്ളൊരു ഒരു ആവറേജ് സ്റ്റുഡൻസിന് പോലും പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാമാണ് യു പി എസ് സി എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു സ്ലോ ലേണേഴ്സ് ഉണ്ടാവുമല്ലോ, സ്ലോ ലേണേഴ്സിന് പോലും യു പി എസ് സി പാസ്സാകാൻ പറ്റും. നിങ്ങൾ ഇത്തിരി ഡിസിപ്ലിൻഡ് ആയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ ടാർഗറ്റ് വെക്കുക, അത് നിങ്ങൾ അച്ചീവ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റാവുന്ന ടാർഗറ്റ് വയ്ക്കുക.
എന്നിട്ട് അത് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുക. പയ്യെ പയ്യെ പോയാലും നിങ്ങൾക്ക് UPSC എക്സാം അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം തന്നെ ഇത്രയോളം ചാപ്റ്റർ പഠിക്കുന്നവർക്ക് മാത്രമേ UPSC ക്ലിയർ ചെയ്യാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ചാൽ പഠിക്കുന്നത് മര്യാദക്ക് വൃത്തിക്ക് പഠിക്കുക, എന്നിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുക. നിങ്ങൾ തന്നെ ഒരു നല്ലൊരു ടൈം ടേബിൾ, നല്ലൊരു സ്ട്രാറ്റജി ഇതെല്ലാം UPSCക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. അതൊക്കെയാണ് നമ്മൾ മിക്കവാറും കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്നവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. UPSCക്ക് എന്തായാലും നല്ലൊരു ടൈം ടേബിൾ, നല്ലൊരു സ്ട്രാറ്റജിയൊക്കെ ആവശ്യമാണ്. സോ അങ്ങ് അതിനനുസരിച്ച് ചെയ്യുക. പിന്നത്തെ ഒരു എന്താ പറയുക, ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ടോപ്പേഴ്സ് യൂസ് ചെയ്ത ബുക്സ് യൂസ് ചെയ്താൽ മാത്രമേ, അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് IAS കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പം സിലബസ് കവർ ചെയ്യുന്ന ഏത് ബുക്ക് വേണമെങ്കിലും നമുക്കത് വാങ്ങിക്കാം. എന്നിട്ട് ആ ഒരു ബുക്ക് മാത്രം മതി നമ്മുടെ, അതായത് സ്റ്റാൻഡേർഡ് ബുക്സായിട്ട് ആ ഒരു സബ്ജക്റ്റിന് ആ ഒരു ബുക്ക് മാത്രം മതിയാകും. വേറെ അഡീഷണൽ നിങ്ങൾക്ക് ബുക്ക് ആവശ്യമില്ല. ഇപ്പോൾ പൊളിറ്റിക്കാണെങ്കിൽ പോലും പൊളിറ്റിക്ക് ഇപ്പോൾ NCERT വായിച്ചൊരു ബേസ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മികാന്ത് മാത്രം മതി നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്കായിട്ട്. വേറെ ഒരു ബുക്കിൻ്റെയും ആവശ്യമില്ല. പിന്നെ എൻവയോൺമെൻറ്റ് ആണെങ്കിൽ യു ക്യാൻ ഗോ ടു PMF IASൻ്റെ എൻവയോൺമെൻറ്റ് നോക്കാം. ചിലർ ശങ്കർ IAS നോക്കുന്നുണ്ട്. സോ ഇതിലേതെങ്കിലും 2 ബുക്ക് വേണ്ട, ഒരേ ഒരു ബുക്ക് മാത്രം മതി എൻവയോൺമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട്. അത് തന്നെ ധാരാളമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പല ബുക്കുകൾ വായിക്കാൻ നേരത്ത് എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്കത് മര്യാദക്ക് റിവൈസ് ചെയ്യാൻ പറ്റത്തില്ല. പഠിച്ചു കഴിഞ്ഞിട്ട് വെറുതെ വായിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉപയോഗവും ഇല്ലാടാ. അത് വായിച്ചു കഴിഞ്ഞ് അത് നന്നായിട്ട് റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് എല്ലാം യൂസ് ഉള്ളൂ. സോ അത് കാരണം ഒരു ബുക്കിൽ ഒതുക്കുക, ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് വാങ്ങിക്കുക. പിന്നെ ബേസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് NCERT ഉണ്ടല്ലോ. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ബുക്ക്സ് ഒരെണ്ണം മാത്രം മതി. അത് നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കണമെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കുക. അത് എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഇപ്പോൾ ഈ വർഷം ഒരു ടോപ്പർ വേണമെങ്കിൽ അയാൾ എന്താ പറയുക, ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ബിപിൻ ചന്ദ്രയുടെ ഒക്കെ ബുക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. മേ ബി ചിലപ്പോൾ അടുത്ത വർഷത്തെ ടോപ്പർ എന്ത് ചെയ്യും, ചിലപ്പോൾ പൂനം ദലാലിൻ്റെ ബുക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ വർഷം ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും UPSC കിട്ടാൻ പോകുന്നില്ല കേട്ടോ. ഒരു ബുക്കിൽ മാത്രം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അത് മാത്രം പഠിക്കുക. വെറുതെ പോവരുത്, അതിൻ്റെ പുറകെ പോവരുത്. ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് എൻ്റെ ഒരു വർഷം ഞാൻ കൊടുക്കേണ്ടി വന്നിട്ടുമുണ്ട്. സോ അത് കാരണം ഞാൻ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരൊറ്റ ബുക്ക് മതിയാവും ഒരു സബ്ജക്റ്റിന്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. സോ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ടൈം കിട്ടത്തില്ല. ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക, അത് നന്നായി റിവൈസ് ചെയ്യുക. സോ അതാണ് UPSCയുടെ സക്സസിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അടുത്ത ഒരു മിത്ത് എന്ന് പറയാനല്ല, തെറ്റിദ്ധാരണയാണ്. നമ്മൾ UPSCക്ക് എല്ലാ ക്വസ്റ്റ്യൻസും പ്രിലിംസിൻ്റെ സ്റ്റേജല്ലോ, പ്രിലിംസിന് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുതിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ UPSC നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നെ കുറേ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിരിക്കും. ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവത്തില്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ. ചിലപ്പോൾ കറണ്ട് അഫയേഴ്സിൽ അവർ മെയിനായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ അങ്ങനത്തെ ഒരു ന്യൂസിനെ കുറിച്ച് കേട്ട് കാണത്തേ ഇല്ലേ, എവിടെ നിന്നൊക്കെയോ അവർ പൊക്കിക്കൊണ്ട് വരും, അത് നമുക്ക് പോലും അറിയത്തുണ്ടാവില്ല. സോ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്യുക ആ ക്വസ്റ്റ്യൻ. അതാണ് അവിടെ സ്മാർട്ടായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുക. നിങ്ങൾക്ക് ഒട്ടും അറിയത്തില്ല അതിനെക്കുറിച്ച് എന്ന് വെച്ചാൽ ലീവ് ചെയ്യുക. പിന്നെ എപ്പോഴും ഓർക്കുക, നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട ഒരു മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുക. കട്ട് ഓഫ് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ വർഷം വരുന്നതിനനുസരിച്ച്. സോ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക. അല്ലാതെ ഫുൾ മാർക്ക് തികയ്ക്കാം, 200ൽ 200 വാങ്ങിക്കാം എന്നുള്ള ധാരണയിൽ ഒരിക്കലും UPSC പ്രിലിംസിന് പോകരുത്. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ട്, മൈനസ് മാർക്സ് ഉണ്ട്. സോ നെഗറ്റീവ് മാർക്ക് വീണ്ടും തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം റിസ്ക് എടുക്കാൻ നിൽക്കുന്നത് നല്ലതല്ല UPSC പ്രിലിംസിന്. കാരണം നിങ്ങളിപ്പോൾ ഈ മാർക്ക് ഇപ്പോൾ ഒരു ഇത്രയും മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ പോലും പ്രിലിംസിന്, പക്ഷേ അത് നിങ്ങളുടെ മെയിൻസ്, അതായത് ഫൈനൽ മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നൊരു മാർക്ക് ഉണ്ടാവുമല്ലോ, ആ മാർക്കിലേക്ക് ഒരിക്കലും ഈ പ്രിലിംസിൻ്റെ മാർക്ക് ആഡ് ആവത്തില്ല. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ പ്രിലിംസ് എക്സാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേര് ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് മെയിൻസ് എക്സാമിലേക്ക് കുറച്ച് ആൾക്കാരെ സോർട്ട് ചെയ്യുക, അതിനുള്ളൊരു എക്സാം മാത്രമാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. സോ അവിടെ നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബൗണ്ടറി ലൈൻ, ബൗണ്ടറി ലൈൻ അല്ലല്ലോ,
ആ ഒരു മാർക്ക് നിങ്ങൾ ക്വാളിഫൈ ആവാൻ മാത്രം നോക്കുക മെയിൻസിന് വേണ്ടിയിട്ട്. അല്ലാതെ അവിടെ പ്രിലിം സ്റ്റേജിൽ നിങ്ങൾ എന്താ പറയുക ഫുൾ മാർക്ക് വാങ്ങി എല്ലാവരെക്കാട്ടും മുന്നിലെത്താനൊന്നും ശ്രമിക്കേണ്ട. നിങ്ങൾക്ക് കട്ട് ഓഫ് എത്രയാണോ അതിനേക്കാളും കൂടുതൽ മാർക്ക്, കുറച്ചും കൂടി കൂടുതൽ മാർക്ക് വാങ്ങാൻ, സേഫായിട്ട് വാങ്ങാൻ നോക്കുക. അല്ലാതെ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള റിസ്ക് ഒക്കെ എടുക്കാൻ പോവരുത്. ഒട്ടും അറിയില്ലെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുക. അങ്ങനെ ചിലപ്പോൾ കറണ്ട് അഫയേഴ്സിലൊക്കെയാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ. സോ അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ലീവ് ചെയ്യുക. അതാണ് സ്മാർട്ടായിട്ട് നിങ്ങൾ എക്സാം എഴുതുന്ന രീതി. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെപ്പോഴും കേൾക്കുന്നതാണ്, ഒരു മിത്താണിത്. അതായത് നമ്മളൊരു 15-16 മണിക്കൂർ പഠിക്കുന്നവർക്ക് മാത്രമേ ഡെയിലി UPSC കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഫുൾ ടൈം ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു 8 to 10 മണിക്കൂർ ഇരുന്നാൽ മതിയാവും. ഡെയിലി എത്രയും നേരം ഇരുന്നാൽ മതിയാവും. അല്ലാതെ എല്ലാ ദിവസവും 15-16 മണിക്കൂർ 18 മണിക്കൂർ, ചിലരൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ കാണാം അവരൊക്കെ എത്രയാ 18, 20, 24 മണിക്കൂർ, ചിലർ 24 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത്രയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അങ്ങനെ പഠിക്കാനേ പറ്റത്തില്ല. ഹെൽത്ത് ഇഷ്യൂസ് വരും. നമുക്കൊരു 8 to 10 മണിക്കൂർ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ധാരാളമാണ് ഫുൾ ടൈം ആസ്പിരൻ്റ് കിട്ടുക. പിന്നെ ഇനി കോളേജിൽ പോകുന്നവരൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, പിന്നെ വർക്കിംഗ് ആസ്പിരൻസ് ഉണ്ടാവും. അവർക്ക് ഒരു ഡെയിലി ഒരു 5 മണിക്കൂർ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ധാരാളമാണ്. കാരണം അവർക്ക് എന്താ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ട്. കാരണം കോളേജിൽ പോകുന്നവർക്ക് കോളേജിൽ പോയിട്ട് പിന്നെ അതിനുള്ള പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. അതിന് പുറമേയാണ് അവർ UPSC പ്രിപ്പയർ ചെയ്യുന്നത്. സോ അവർക്കൊരു 5 മണിക്കൂർ മതിയാവും. വർക്കിംഗ് ആസ്പിരൻസിനാണെങ്കിൽ അവർ ജോലിക്ക് പോയി അത്രയും ക്ഷീണിച്ചാണ് വരുന്നത്. സോ അവർക്ക് ഒരു 5 മണിക്കൂർ മതിയാവും. പക്ഷേ ഫുൾ ടൈം ഇരിക്കുന്ന ആസ്പിരൻസിന് അവർക്ക് വേറെ പണിയില്ല. UPSC തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവരിയ്ക്കുന്നത്. സോ UPSCയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു 8 to 10 hours കൊടുക്കുക. അത് ഡെയിലി അത് കൊടുക്കുക. അത് മതിയാവും കേട്ടോ UPSCക്ക് വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ 15-16 മണിക്കൂറൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കാൻ എനിക്ക് തോന്നുന്നില്ല, പോസിബിൾ ആയിരിക്കുമെന്ന് തോന്നുന്നില്ല. അടുത്തൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ ലെവലിൽ നിന്ന് UPSCക്ക് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങണം, അല്ലെങ്കിൽ നമുക്ക് UPSC കിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. സ്കൂൾ ലെവലല്ല UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ടൈം. നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം, സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക. സ്കൂളിലെ ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യുക. ആ ഒരു ടൈമിലെ ലൈഫ് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക. ഇതല്ല നിങ്ങൾ UPSCക്ക് വേണ്ടി പഠിക്കേണ്ട ടൈം കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ ടൈമുണ്ട്, ആ ഒരു ടൈമിൽ മാത്രം പഠിക്കുക. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ടൈം ഞാൻ പറയും കോളേജ് ലാസ്റ്റ് ഇയർ തൊട്ടാണ് ഞാൻ പറയും. ലാസ്റ്റ് ഇയർ തൊട്ട് അപ്പോഴേ നിങ്ങൾക്ക് 21 വയസ്സിന് അടുത്തെത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രം മതി നിങ്ങൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാതെ സ്കൂൾ ലെവലിൽ ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. സ്കൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അന്നേരത്തുള്ള ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യുക. UPSCക്ക് നമുക്ക് പിന്നെ ടൈമുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ചെയ്യാം. അടുത്തൊരു മിത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന് മാത്രമേ UPSC എന്താ പറയുക സെലക്ട് ചെയ്യത്തുള്ളൂ, അവരെ മാത്രമേ ടോപ്പേഴ്സ് ആക്കുള്ളൂ എന്നുള്ളൊരു മിത്തുണ്ട്. അതും എന്താ പറയുക കെട്ടുകഥയാണ്. ഒരിക്കലുമില്ല. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് മാത്രമല്ല, ഹിന്ദി മീഡിയത്തിൽ എഴുതുന്നവരും UPSC പാസ്സാവുന്നുണ്ട്, അവർക്ക് നല്ല റാങ്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതെന്താ ഇങ്ങനെ തെറ്റിദ്ധാരണ വരാൻ കാരണമെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഞാൻ പറയാം. ഇപ്പോൾ ഹിന്ദി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷിൽ തന്നെയാണ്. ഹിന്ദി കമ്പാരിറ്റീവ്ലി ഇംഗ്ലീഷ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർക്കൊക്കെ അത് ഇത്തിരി മനസ്സിലാക്കാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. സോ അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ മിത്തിന് പിന്നിലുള്ള കാരണം. അല്ലാണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർക്ക് മാത്രമല്ല UPSC കിട്ടുന്നത് കേട്ടോ. അങ്ങനെ UPSCക്ക് അങ്ങനെ ഒരു ഫേവറിസം ഉണ്ടെങ്കിൽ ഒരിക്കലും UPSC പറയത്തില്ലായിരുന്നു എന്താ പറയുക UPSCയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ 8th ഷെഡ്യൂളിൽ പറയുന്ന ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും UPSC എക്സാം എഴുതാമെന്ന്. അങ്ങനെ ഒരു ഫേവറിസം UPSCക്ക് ഉണ്ടെങ്കിൽ UPSC ഒരിക്കലും പറയില്ലായിരുന്നു കേട്ടോ. അപ്പം ഒരു ഡൗട്ടും കൂടി ഉണ്ട് നമുക്ക് ഏതൊക്കെ ലാംഗ്വേജിൽ UPSC എഴുതാമെന്നുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ 8th ഷെഡ്യൂളിൽ പറയുന്ന 22 ലാംഗ്വേജസ് ഉണ്ട്. 22 ലാംഗ്വേജിൽ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് UPSC അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ 22 ലാംഗ്വേജസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ആസാമീസ് ഉണ്ട്, ബംഗാളി ഉണ്ട്, ഉറുദു ഉണ്ട്, കന്നഡ ഉണ്ട്, തെലുങ്കു, മലയാളം ഉണ്ട്, നമ്മുടെ ഹിന്ദി ഉണ്ട്, പിന്നെ ബോഡോ, ഡോഗ്രി, പിന്നെ സന്താലി, മണിപ്പൂരി, പിന്നെ പഞ്ചാബി, സാൻസ്ക്രിറ്റ്, സിന്ധി, ഒറിയ, കൊങ്ങിണി, മറാത്തി, നേപ്പാളി, കാശ്മീരി, കന്നഡ, ഗുജറാത്തി. അങ്ങനെ 22 ലാംഗ്വേജ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. 22 ലാംഗ്വേജിൽ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് UPSC എക്സാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ
അതിൻ്റെ ലാംഗ്വേജാണ് പ്രശ്നം. അല്ലാണ്ട് UPSCക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് മീഡിയംകാരോട് മാത്രം ഫേവറിസം ഉണ്ട്, അതൊന്നുമല്ല കേട്ടോ കാര്യം. അടുത്തൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IIT എഞ്ചിനീയറിങ് പിന്നെ ഈ മെഡിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്ക് മാത്രമേ UPSC ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ UPSC റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ ടോപ്പ് റാങ്ക് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. എന്നോട് പേഴ്സണലായിട്ടും ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് അങ്ങനെ പറയുന്നുണ്ട് IIT അങ്ങനെ എഞ്ചിനീയറിങ് അവർക്ക് മാത്രമൊക്കെയാണ് UPSC ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ടോപ്പ് റാങ്കിൽ ഇടം പിടിക്കാൻ അവർക്കേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യമൊക്കെ ചില യൂട്യൂബേഴ്സും പറയുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് പോലും നമ്മൾക്ക് മര്യാദക്ക് പഠിച്ചു കഴിഞ്ഞാൽ UPSC കിട്ടും, UPSC റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാൻ പറ്റും, വേണമെങ്കിൽ UPSC റാങ്ക് 1 ടോപ്പ് റാങ്ക് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്, ഈ IIT എഞ്ചിനീയറിങ് മെഡിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ UPSC ക്രാക്ക് ചെയ്യുന്നുണ്ട്, അത് സത്യം കേട്ടോ. അവർ ക്രാക്ക് ചെയ്യുന്നുണ്ട്, റാങ്ക് കിട്ടും, നല്ല റാങ്ക് അവർക്ക് കിട്ടുന്നുണ്ട്. എന്തിനാ ഇപ്രാവശ്യം ഈ 2023 ടോപ്പ് റാങ്ക് കിട്ടിയ റാങ്ക് 1 പോലും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓപ്ഷണൽ പോലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെന്ന് അതായിരുന്നു ഓപ്ഷണൽ. എന്താ ഇതിന് പുറകിലുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാരണം ഞാൻ പറയാം. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. അതായത് എന്താ പറയുക, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് UPSC ചൂസ് ചെയ്യുന്നവരുടെ എണ്ണത്തിനേക്കാളും കൂടുതലാണ് ഈ IIT എഞ്ചിനീയറിംഗ് മെഡിക്കൽ സയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് UPSC ചൂസ് ചെയ്യുന്നവരുടെ എണ്ണം. സോ ഇപ്പോൾ IIT എഞ്ചിനീയറിംഗ് ഒരു 1000 പേരുണ്ടെങ്കിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അതിൽ ഒബ്വിയസ്ലി 200 പേര് പാസ്സായേക്കും. 200 പേർക്ക് UPSC റാങ്ക് ലിസ്റ്റിൽ കിട്ടും. മറ്റേതാകുമ്പോൾ എണ്ണം കുറയാൻ നേരത്ത് ഇപ്പം അതിലൊരു എന്താ പറയുക, ഒരു 240 പേര് അതിൽ നിന്ന് എഴുതണുള്ളൂ, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വന്നവരിൽ നിന്ന് എഴുതണുള്ളൂ. അവരിൽ ചിലപ്പോൾ ഒരു 86 പേരൊക്കെ ഫൈനൽ ലിസ്റ്റിൽ ഇടം പിടിക്കുള്ളൂ. സോ നമ്മൾ റാങ്ക് പട്ടികയിൽ വന്നവരുടെ എണ്ണം നോക്കുമ്പോൾ ഇവരുടെ എണ്ണമായിരിക്കും കൊടുക്കുക. അപ്പം തന്നെ നമുക്കൊരു തെറ്റിദ്ധാരണ വരും. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ, അതായത് ഇവരുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ, സോ ഇവർക്ക് മാത്രമാണ് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മളിൽ വരും. ഈ ഒരു ചെറിയ നമ്പർ ആരും കാണത്തില്ല, അതൊരു കാര്യമുണ്ട്. അതാണ് സെക്കൻഡ് റീസൺ. പിന്നെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ IIT എഞ്ചിനീയറിംഗ് മെഡിക്കൽ സയൻസ് ഒക്കെ അവർ ഓൾറെഡി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി അത് ജയിച്ചിട്ടാണ് അവർക്ക് ഇത് കിട്ടിയത്. മനസ്സിലായില്ലേ? നമ്മൾ നോക്കുകയാണെങ്കിൽ നീറ്റും GE നല്ല ടഫായിട്ടുള്ള എക്സാമാണ്. അപ്പോൾ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുന്ന് പഠിച്ച് ഒറ്റയ്ക്കാണ് ഇവർക്ക് ഇത് കിട്ടിയത്. IIT എഞ്ചിനീയറിംഗ് മെഡിക്കൽ സയൻസ് ഒക്കെ കിട്ടിയത് ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ജയിച്ചുകൊണ്ടിട്ടാണ്. സോ ഓൾറെഡി ഇവർക്ക് എന്താ പറയുക, ഈ ഒരു എക്സ്പീരിയൻസും പിന്നെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കാൻ വേണ്ടി ഇരുന്ന ആ കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും കാര്യങ്ങളെല്ലാം ഒബ്വിയസ്ലി UPSCയിലോട്ട് വരുമ്പോൾ അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ എപ്പോഴും പറയാറുണ്ട് UPSCക്ക് കൺസിസ്റ്റൻസി വളരെ മസ്റ്റാണെന്ന് പറയാറുണ്ട്. സോ അവർക്ക് നേരത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിച്ചപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു ഡിസിപ്ലിനൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ UPSC അവർക്ക് വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം അല്ലാതെ നോർമൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കൊക്കെ ഈ UPSC റാങ്ക് കിട്ടില്ല എന്ന് പറയുന്നതൊക്കെ അത് വെറും തെറ്റിദ്ധാരണയാണ്. സോ അതൊന്നും വിശ്വസിക്കാൻ നിൽക്കരുത്. നിങ്ങൾ നന്നായി പഠിക്കാൻ, നന്നായി ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അവരെ പോലെ തന്നെ റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാൻ പറ്റും. സോ ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള UPSCനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളും കെട്ടുകഥകളും. ഞാൻ കേട്ടിട്ടുള്ളതായിട്ടുള്ള കെട്ടുകഥകളൊക്കെ ഇതൊക്കെയാണ്. സോ നിങ്ങളിത് ഇതുപോലത്തെ കെട്ടുകഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറയാത്ത എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ കെട്ടുകഥകളോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ സോ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക, നമ്മൾ അതും ഡിസ്കസ് ചെയ്യും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചിൽഡ്രൻ ബൈ, ടേക്ക് കെയർ.